നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് ജാഗ്രതയുടെ ഭാഗമായുള്ള അനിശ്ചിതത്വത്തിലാണ് എല്ലാവരും ഉള്ളത്. എന്നാൽ നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട്. കേന്ദ്ര അനുമതി കിട്ടിയാലുടൻ നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ പ്രവാസികൾ. എന്നാൽ അടിയന്തരമായി നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ജോലി നഷ്ടപ്പെട്ടോ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചോ വിസ റദ്ദാക്കി പോകുന്നവരും ദീർഘകാല അവധിക്ക് പോകുന്നവരും യാത്രയ്ക്ക് മുൻപ് എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കോവിഡ് മുക്തമാണെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. യാത്രയ്ക്ക് ഏറ്റവും അടുത്ത തീയതികളിൽ എടുത്തതായിരിക്കണം ഇവ. ദീർഘകാല അവധിക്ക് പോകുന്നവരാണെങ്കിൽ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ രേഖാമൂലമുള്ള അറിയിപ്പ് വാങ്ങിയിരിക്കണം. എത്ര നാളത്തെ ലീവാണ് അനുവദിച്ചിരിക്കുന്നതെന്നും തിരിച്ച് ജോലിയിൽ പ്രവേശിക്കേണ്ട തീയതിയുമൊക്കെ കത്തിൽ വ്യക്തമാക്കണം. ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവരാണെങ്കിൽ ടെർമിനേഷൻ ലെറ്ററിന്റെ പകർപ്പ്, വിസ റദ്ദാക്കിയ രേഖ, പാസ്പോർട്ടിൽ വിസ റദ്ദാക്കിയ സീൽ എന്നിവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. വേതനവും സേവനാന്തര ആനുകൂല്യവും കിട്ടാനുണ്ടെങ്കിൽ കമ്പനി ലെറ്റർ ഹെഡിൽ തന്നെ അത് എഴുതി വാങ്ങാൻ മറക്കരുത്. എത്ര തുക എന്ന് ലഭിക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ നിർബന്ധമാണ്. പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ് തരുന്നതെങ്കിൽ കൃത്യമായ തുകയ്ക്കുള്ള ചെക്ക് സ്വന്തം പേരിൽ തന്നെ എഴുതി വാങ്ങാൻ ശ്രദ്ധിക്കുക. UAE-യിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമില്ലാത്തവരാണെങ്കിൽ ബന്ധുക്കളുടെയോ വിശ്വസ്തരുടെയോ പേരിൽ പവർ ഓഫ് അറ്റോർണി കൊടുക്കണം. ചെക്ക് ബാങ്കിൽ നിക്ഷേപിച്ച് പൈസ എടുക്കാനും ചെക്ക് മടങ്ങുകയാണെങ്കിൽ ബാങ്കിൽ നിന്ന് വാങ്ങാനും അഥവാ ചെക്ക് ബൗൺസ് ആയാൽ വക്കീലിനെ നിയമിച്ച് കേസ് കൊടുക്കാനും ഒക്കെയുള്ള അധികാരം ഈ പവർ ഓഫ് അറ്റോർണിയിൽ ഉണ്ടാകണം. തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ളവർക്ക് ചെക്കുമായി പോകാം. നിശ്ചിത സമയത്തിനകം പണം ലഭിച്ചില്ല എങ്കിൽ കേസ് കൊടുക്കാം. ബാങ്കിൽ നിന്ന് വായ്പ, ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള ബാധ്യത അവസാനിപ്പിച്ചാണ് പോകുന്നതെങ്കിൽ ബാധ്യത തീർത്ത സർട്ടിഫിക്കറ്റ് വാങ്ങി സൂക്ഷിക്കാൻ തീർച്ചയായും മറക്കരുത്. ഇങ്ങനെ ചെയ്യാത്ത പലർക്കും പിന്നീട് പ്രയാസം നേരിട്ട അനുഭവമുണ്ടെന്ന് ഓർക്കുക. സ്വന്തം പേരിലുള്ള വാഹനം വിൽക്കുകയാണെങ്കിൽ പുതിയ ആളിന്റെ പേരിൽ ഉടമസ്ഥാവകാശം കൈമാറിയിട്ട് മാത്രമേ തിരിച്ചു പോകാവുള്ളൂ. ഇനി വാഹനം ഇവിടെ വച്ചിട്ടാണ് പോകുന്നതെങ്കിൽ വിശ്വസ്തരെ മാത്രം ഏൽപ്പിക്കാവൂ. അല്ലാത്തവർക്ക് വാഹനം കൊടുത്താലുണ്ടാകുന്ന ബാധ്യത സ്വയം ഏൽക്കേണ്ടി വരുമെന്ന് ഓർക്കുക. ജല, വൈദ്യുതി, ഫോൺ ബിൽ കുടിശ്ശിക തീർത്ത് ഫയൽ റദ്ദാക്കണം. തിരിച്ചു വരാത്തവർ കെട്ടിട കരാർ കാലാവധി ശേഷിക്കുന്നില്ലെങ്കിലും ടെനൻസി കോൺട്രാക്ട് റദ്ദാക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ വ്യക്തിക്കെതിരെ കേസ് കൊടുക്കാൻ കെട്ടിട ഉടമയ്ക്ക് സാധിക്കും. വർഷങ്ങൾ കഴിഞ്ഞാലും കേസ് നിലനിൽക്കുമെന്നിരിക്കെ ഏതെങ്കിലും കാരണവശാൽ UAE-യിലേക്ക് വരേണ്ടി വന്നാൽ പുറത്തിറങ്ങാൻ പ്രയാസമാകും. നോർക്ക തിരിച്ചറിയൽ കാർഡ്, പ്രവാസി ക്ഷേമ കാർഡ് എന്നിവ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും കയ്യിൽ കരുതുക. നോർക്കയുടെ ആനുകൂല്യത്തിന് ടെർമിനേഷൻ ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ വേണ്ടി വന്നേക്കാം. യോഗ്യതാ സർട്ടിഫിക്കറ്റും ഏതെങ്കിലും തൊഴിലിൽ വൈദഗ്ധ്യമുണ്ടെങ്കിൽ അതിന്റെ തൊഴിൽ പരിചയ സാക്ഷ്യപത്രവും കയ്യിൽ കരുതണം. ജോലി നഷ്ടപ്പെട്ടവർക്ക് നാട്ടിൽ എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കാൻ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് ഉപകരിക്കും. കോവിഡ് കാലമാണ്. തിരക്ക് പിടിച്ച് ഒരുക്കങ്ങൾ നടത്തരുത്. യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളിൽ ഈ കാര്യങ്ങളൊക്കെ മറക്കാതെ ചെയ്തു തീർക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.